കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറെ അനിശ്ചിതത്വങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. KPCC ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസിന്റെ പേരാണ് മേയർ സ്ഥാനത്തേക്ക് UDF ഉയർത്തിക്കാണിച്ചിരുന്നതെങ്കിലും പിന്നീട് മിനിമോളെ മേയറാക്കുകയായിരുന്നു. അന്ന് മുതൽ തന്നെ സഭയുടെ ഇടപെടലാണ് ഇതിന് കാരണമെന്ന വിമർശനമുയർന്നെങ്കിലും നേതാക്കൾ ഇതൊക്കെ തള്ളി. ഇപ്പോൾ എന്താണ് മേയർ സ്ഥാനത്തിൽ സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കൊച്ചി മേയർ VK മിനിമോൾ. മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടു എന്നതാണ് മിനിമോൾ പറഞ്ഞത്. മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടു എന്ന് എല്ലാവരും കേൾക്കെ കൊച്ചി മേയർ VK മിനിമോൾ വിളിച്ചു പറയുന്നു. പദവികൾ തീരുമാനിച്ചപ്പോൾ സംഘടനയ്ക്ക് ശക്തി കാണിക്കാൻ സാധിച്ചതായും സഭയിൽ നിന്ന് ശബ്ദമുയർത്തിയതിന് ഉത്തരം ലഭിച്ചിട്ടുണ്ടെന്നും മിനിമോൾ പറയുന്നു. ലത്തീൻ സമുദായത്തിന്റെ ഉറച്ച ശബ്ദം സമുദായത്തിനായി സമൂഹത്തിൽ ഉയർന്നതിന്റെ തെളിവാണ് തന്റെ കൊച്ചി മേയർ പദവിയുമെന്നുമാണ് മിനിമോളുടെ വാക്കുകൾ. കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ ജനറൽ അസംബ്ലി ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു മിനിമോളുടെ ഈ തുറന്നു പറച്ചിൽ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലത്തീൻ സമുദായത്തിൻ്റെ ഒരു ഉറച്ച ശബ്ദം സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിൽ ഉയർന്നതിൻ്റെ തെളിവാണ് എൻ്റെ ഈ കൊച്ചി മേയർ എന്ന പദവി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, പലപ്പോഴും അർഹതയ്ക്കപ്പുറമുള്ള പല കാര്യങ്ങളും പല സ്ഥാനങ്ങളും തീരുമാനിക്കുമ്പോൾ അതിലേക്ക് ഒരു ശബ്ദമുയർത്താൻ നമ്മളുടെ സംഘടനാ ശക്തി സാധിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. എനിക്കറിയാം, എനിക്ക് വേണ്ടി എല്ലാ പിതാക്കന്മാരും ജോയ് പിതാവിൻ്റെ ആന്റണി പിതാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പിതാക്കന്മാരും എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ അവസരം രേഖപ്പെടുത്തുകയാണ്. VK മിനിമോളുടെ പരാമർശത്തിൽ തെറ്റില്ല എന്നായിരുന്നു KRLCC അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കലിന്റെ പ്രതികരണം. മിനിമോൾക്ക് സഭ പിന്തുണ നൽകിയിട്ടുണ്ടാകും, അത് തെറ്റല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരാൾ വളർന്നു വരാൻ പിന്തുണ നൽകുന്നത് തെറ്റല്ല എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. സഭ ശബ്ദമുയർത്തി എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ഒരാളായതുകൊണ്ട് ആ ആൾക്ക് വേണ്ടി ആരോടെങ്കിലൊക്കെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടാവാം. അതിപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഇപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ഒന്ന് പറയുകയാണ്, ഒരു സ്കൂളിൽ ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സീറ്റ് പഠിക്കാൻ ലെറ്റർ തരും. എന്തിനാണ് ആ ലെറ്റർ കിട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തരുന്നത്. അതുപോലെ നമ്മുടെ സഭയിലുള്ളവരും ചിലപ്പോൾ സഭയിലുള്ളൊരു വ്യക്തി വളർന്നു വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അർഹമായ പ്രാതിനിധ്യമാണ് ചോദിച്ചത്, സമ്മർദ്ദമല്ല. പ്രാതിനിധ്യത്തിനായുള്ള ആഗ്രഹം അറിയിക്കുകയായിരുന്നു. കരയുന്ന കുഞ്ഞിനെ ജനാധിപത്യത്തിൽ പാലുള്ളൂ. പ്രാതിനിധ്യത്തിനായി ഇനിയും ശബ്ദമുയർത്തും. രാഷ്ട്രീയ പാർട്ടികൾ അറിഞ്ഞു ചെയ്യുമെന്ന് കരുതാനാകില്ല തുടങ്ങിയ ന്യായങ്ങളാണ് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ വൈസ് പ്രസിഡന്റായ ജോസഫ് ജൂഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പറയുന്നത്. മേയറെ തീരുമാനിച്ചതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന പരാതി ഉയർന്നിരുന്നു. മേയർ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് പരിഗണിക്കപ്പെട്ട ദീപ്തി മേരി വർഗീസ് തന്നെ പരാതിയായി പറഞ്ഞിരുന്നു. മേയറെ കണ്ടെത്താൻ കോർ കമ്മിറ്റി കൂടിയില്ല. മേയറെ കണ്ടെത്താൻ നിരീക്ഷകരാരും ഉണ്ടായിരുന്നില്ല. മേയർ സ്ഥാനത്തേക്ക് ഒന്നിലധികം പേരുകൾ ഉണ്ടെങ്കിൽ അത് KPCCക്ക് വിടണം എന്ന നിർദ്ദേശം പാലിച്ചില്ല. മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. മേയറെ കണ്ടെത്താൻ വോട്ടിംഗ് ഉണ്ടായില്ല എന്നൊക്കെ ദീപ്തി മേരി വർഗീസ് ചൂണ്ടിക്കാട്ടി. ഇതിൽ KPCCക്കും കേന്ദ്ര നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ് അറിവ്. മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചുള്ള നിയമനം എങ്ങനെ നടന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന നിലയിൽ മിനിമോൾ തന്നെ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു. പറഞ്ഞ് കുടുങ്ങിയിരിക്കുകയാണ് മേയർ VK മിനിമോൾ. സഭ ഇടപെട്ടില്ലെന്ന് നേതാക്കൾ വിശദീകരിച്ച് അവസാനിപ്പിച്ച പ്രശ്നത്തിലാണ് ഈ തുറന്നു പറച്ചിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. സാമുദായിക സമവാക്യം പാലിക്കാൻ സ്വാഭാവികമായും ലഭിക്കേണ്ട യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അബിൻ വർക്കിക്ക് നിഷേധിച്ചപ്പോഴും ഈ വിമർശനം കോൺഗ്രസ് നേരിട്ടിരുന്നു. ക്രിസ്ത്യാനി ആയതാണോ കുഴപ്പമെന്ന് അബിൻ വർക്കിക്ക് പരസ്യമായി ചോദിക്കേണ്ടി വന്നു. രാഷ്ട്രീയത്തിൽ മതസാമുദായിക നേതൃത്വങ്ങൾ ഇടപെടുന്നതിന്റെയും മെറിറ്റ് അട്ടിമറിക്കുന്നതിന്റെയും ഒക്കെ അപകടകരമായ യാഥാർത്ഥ്യങ്ങൾ വീണ്ടും വീണ്ടും വെളിപ്പെടുകയാണ്. ഇത് തുടരണമോ എന്ന് കോൺഗ്രസ് സ്വയം വിമർശനം നടത്തേണ്ട സമയം അതിക്രമിച്ചു.